വിഷുദിനത്തിൽ കണ്ണനെ തൊഴാൻ ആയിരങ്ങളാണ് ഗുരുവായൂരിലെത്തിയത്. വിഷുവിനോട് അനുബന്ധിച്ച് തന്നെ ക്ഷേത്രത്തിൽ കണി ദർശനവും നടന്നു. ഗുരുവായൂരിൽ രാവിലെ 2:42 മുതൽ 3:42 വരെയാണ് കണി ദർശനം നടന്നത്. തുടർന്ന് നിർമാല്യ ദർശനവും പതിവ് പൂജകളും ക്ഷേത്രത്തിൽ നടന്നു. പുതുവർഷത്തിൽ കണ്ണനെ കണി കണ്ടു തൊഴുതത് ആയിരങ്ങളാണ്. ഇല്ല, ഞങ്ങൾ വിഷുവൊക്കെ അല്ലേ, അപ്പൊ അതിന്റെ ഒരു ഇതില് വെറുതെ ആൾക്കാർക്കൊക്കെ ഒരു ഇത് ഞങ്ങൾ കാലത്ത് കണി കൊണ്ടുപോയി, പിന്നെ അവിടെ നിന്ന് നേരെ അമ്പലത്തേക്ക് അങ്ങനെ. വിഷുദിനത്തിൽ ഗുരുവായൂരപ്പന് ചാർത്താൻ 20 പവനിലേറെ തൂക്കം വരുന്ന പൊന്നിൻ കിരീടം സമർപ്പിക്കപ്പെട്ടു. കോയമ്പത്തൂർ സ്വദേശി ഗിരിജയും ഭർത്താവ് രാമചന്ദ്രനുമാണ് തങ്കക്കിരീടം സമർപ്പിച്ചത്. പതിവ് തെറ്റാതെ കണ്ണന്റെ ചിത്രവുമായി ചിത്രകാരി ജസ്ന ഇക്കുറിയും ഗുരുവായൂരിലെത്തി ഉണ്ണിക്കണ്ണന്റെ ചിത്രം സമർപ്പിച്ചു. പതിവ് തെറ്റിക്കാതെ ഈ വർഷം ഞാൻ വിഷുവിന് കണ്ണന് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് കണ്ണനെയായിട്ട് വന്നതാണ്. ഞാൻ പൊതുവെ കണ്ണനെ തന്നെയാണ്, വെണ്ണക്കണ്ണനെ തന്നെയാണ് കൊണ്ടുവരാറ്. ഇപ്പം 11ാമത്തെ വർഷമാണ് കണ്ണൻ ഇവിടെ വന്നിട്ട് കണ്ണനെ സമർപ്പിക്കുന്നത്. ജനം, തൃശൂർ.